ഇപ്പോ സാറ് നടത്തുന്ന ഒരു പോരാട്ടം ഇല്ലേ ഡീകമ്മീഷന് വേണ്ടിയിട്ട്? അപ്പോ അത് ഏത് വരെ എത്തി നിൽക്കുന്നു? അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അതുവരെ പ്രകൃതിയും ദൈവവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. നമുക്കൊരു ഇതിപ്പം ഡയറക്ട്ലി ഡാമിന്റെ അണ്ടറിൽ 1.5 കോടി ജനങ്ങളുണ്ട്. മൊത്തം കേരളത്തിൽ 4.5 കോടി ജനങ്ങളുണ്ട്. നിഷ്കളങ്കരായ ജനങ്ങളെ കുരുതി കൊടുക്കേണ്ടി വരുമോ? അതാണ് എൻ്റെ ഒരു സംശയം. അത് ഉണ്ടാകരുത് ഒരിക്കലും. അപ്പം ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുള്ളൊരു സമയമായിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ അങ്ങനെ ഫീൽ ചെയ്യാണ് എനിക്ക്. സുപ്രീം കോടതിയിൽ നമ്മൾ വാദിക്കാണ്ട് തന്നെ സുപ്രീം കോടതി ഇങ്ങോട്ട് വാദം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലേ. കാരണം എല്ലാവർക്കും മടുത്തു ഈ ഡാമിന്റെ കഥ കേൾക്കാനായിട്ട്. ജഡ്ജസിന് വരെ മടുത്തു. എത്ര കൊല്ലമായി ഈ ഡാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പെനിക്കുക്ക് കൺസ്ട്രക്ട് ചെയ്തപ്പോ ദിസ് ഡാം വാസ് ഡിസൈൻ ഫോർ 50 years. 50 years ലൈഫ് പറഞ്ഞ ഒരു ഡാമാണ് ഇപ്പൊ 130 വർഷമായിട്ട് നിൽക്കണം. ഇനി എന്താ അതിനെക്കുറിച്ച് ചർച്ച? അത് പൊളിച്ചു കളയുക, അത് തന്നെയാണ് അതിന്റെ ഒരു മാർഗം. വേറെ ഒരു മാർഗവും ഇല്ല. സേഫ്റ്റി ഫസ്റ്റ്, വാട്ടർ നെക്സ്റ്റ്.